ഇല്ലാതാക്കിയ പോലെ എന്നെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഇവർ ശ്രമിക്കുന്നത്. ഇതേ തെരഞ്ഞെടുപ്പിൽ MC കണ്ണനും ഇവിടെ ഇരുന്നു, ഞാനും ഇവിടെ ഇരുന്നു. ഇത് ഇവരുടെ സ്ഥിരം പദവിയായി മാറ്റിയിരിക്കുകയാണ്. വളരെയധികം സങ്കടമുണ്ട്. തെരഞ്ഞെടുപ്പാണ്, ജനാധിപത്യമാണ്, ജനങ്ങൾ തീരുമാനിക്കട്ടെ ആര് ജയിക്കണം ആര് തോൽക്കണമെന്ന്. ഞാൻ അതിനെ അംഗീകരിക്കുന്ന ആളാണ്. ഈ വിഷയത്തിൽ എവിടെയൊക്കെയാണ് പരാതി കൊടുത്തിരിക്കുന്നത്? ഞാൻ ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുത്തിട്ടുണ്ട്, ജില്ലാ കളക്ടർക്ക് പരാതി കൊടുത്തിട്ടുണ്ട്, റിട്ടേണിംഗ് ഓഫീസർക്ക് പരാതി കൊടുത്തിട്ടുണ്ട്, സൈബർ സെല്ലിന് പരാതി കൊടുത്തിട്ടുണ്ട്. സൈബർ സെല്ലിൽ നിന്ന് അതെല്ലാം നീക്കം ചെയ്തിട്ട് എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്റെ ഫോണിൽ ഇപ്പോഴും മെസ്സേജ് റെക്കോർഡ് എടുത്തിട്ടുണ്ട്. ശാന്തകുമാറിനെതിരെയുള്ള എല്ലാം നീക്കം ചെയ്തിട്ട് ഇനി അങ്ങനെ ഉണ്ടാവത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നീടാണ് ആ മാറ്റർ തന്നെയാണ് ഇപ്പൊ നോട്ടീസായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. നോട്ടീസ് വെച്ച് പേര് വെച്ചിറങ്ങിയോട്ടെ, പേര് വെച്ചിറങ്ങി എനിക്ക് കുഴപ്പമില്ല. പേരില്ലാതെ എന്തിനാണ് ഇങ്ങനെ നടക്കുന്നത്? ജനങ്ങളെക്കാൾ എന്നെ കെട്ടിയിറക്കിയ സ്ഥാനാർത്ഥിയാണെന്ന്. ഞാൻ കെട്ടിയിറക്കിയ സ്ഥാനാർത്ഥിയല്ല. ഞാൻ പന്തളം കോളേജിൽ പഠിച്ചതാണ്. 94-96 ബാച്ചിൽ പന്തളം കോളേജിലെ പ്രീ ഡിഗ്രി ബാച്ചിലാണ്. എന്റെ KSUവിന്റെ വിദ്യാർത്ഥി യൂണിയൻ ഞാൻ തുടങ്ങുന്ന അവിടുന്നാണ്. എന്റെ കോന്നി ഉൾപ്പെടുന്ന എന്റെ റവന്യൂ ഡിവിഷൻ ഓഫീസ് ഈ RD ഓഫീസാണ്. തുമ്പമണ്ണിൽ ജനിച്ചതാണ്. ഈ പഞ്ചായത്ത് ഈ നിയോജകമണ്ഡലത്തിലെ തുമ്പമണ്ണാണ് ഞാൻ ജനിച്ചത്. എന്നെ ഇങ്ങനെ തേജോവം ചെയ്യുന്നതിന്റെ പിന്നിലുള്ള ആൾക്കാരുണ്ട് ഒത്തിരിയേറെ. ഞാൻ അതെല്ലാം കളക്ടർക്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിസ്റ്റിൽ കളക്ടർ അതിനകത്ത് നടപടിയെടുക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. ഞാൻ നീതിന്യായ വ്യവസ്ഥയെ അംഗീകരിക്കുന്ന ഒരാളാണ്. ഞാനൊരു കേസിലും പ്രതിയല്ല. ഞാനൊരു കേസിലും നിലവിൽ എന്റെ ആരും ശിക്ഷിക്കും, ഒരു കോടതി പോലും എന്നെ ശിക്ഷിച്ചിട്ടില്ല. ഒരു കേസിലും പ്രതിയല്ല. നിലവിൽ എനിക്കൊരു കേസുമില്ല, ഇതിന്റെ പേരിൽ ഒരു FIR-ഉം ഇല്ല. അത് അവരോട് തന്നെ പോയി ചോദിക്കുക. അവരോട് തന്നെ പോയി ചോദിക്കുക. ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല. ഒരിക്കലും അങ്ങനെ. എന്റെ പേരിൽ ഒരു FIR-ഉം ഇല്ല. നിങ്ങൾ പത്തനംതിട്ട പ്രസ് ക്ലബ്ബിൽ വിളിച്ചതിൽ എന്നോട് ചോദിച്ചതേ ഉള്ളൂ. നിങ്ങൾ മനഃപൂർവ്വം ആരോ പറഞ്ഞിട്ട് നിങ്ങൾ ചോദിക്കുകയാണ്. നിങ്ങൾ ഒരു മാസത്തിനുള്ളിൽ പത്തനംതിട്ട പ്രസ് ക്ലബ്ബിൽ വിളിച്ചപ്പോൾ നിങ്ങൾ എന്നോട് ഇവിടുത്തെ വികസനമല്ല ചോദിച്ചത്, എന്റെ പേരിൽ FIR ആയത്. നിങ്ങൾ പോയി അന്വേഷിക്കുക, നിങ്ങൾക്ക് പറ്റുമല്ലോ. വിവരാശ പ്രകാരം നിങ്ങൾ FIR എടുക്കുക. ഞാൻ എന്റെ ഏത് കോടതിയെ ശിക്ഷിച്ചത് നിങ്ങൾ എടുക്കുക. ഞാൻ എന്റെ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുക, ഈ നിമിഷം പിൻവലിക്കാം. ഏതാണ് ഉണ്ടെങ്കിൽ അവര് കൊണ്ടുവരട്ടെ. അവര് ശിക്ഷിച്ചിട്ട് അവരുടെ പേരിലെടുക്കട്ടെ. നോട്ടീസ് ഇറക്ക്. LDF കൺവീനർ എടുക്കുക, അല്ലെ സ്ഥാനാർത്ഥിയുടെ പേരിൽ ഇറക്ക്. സ്ഥാനാർത്ഥി ഇറക്ക്. LDF സ്ഥാനാർത്ഥി ഇറക്ക്. ഇനി സമയമുണ്ടല്ലോ ഇറക്ക്. അടൂരിലെ UDF സ്ഥാനാർത്ഥി CV ശാന്തകുമാറാണ് പൊട്ടിക്കരഞ്ഞുകൊണ്ടുള്ള പ്രതികരണം ഉണ്ടാവുന്നത്. ഇന്നലെ ഒരു വ്യാജ നോട്ടീസ് അദ്ദേഹത്തിന്റെ പേരിൽ ഇറങ്ങിയെന്നുള്ളതാണ് UDFന്റെ ആരോപണം. അതിനെ തുടർന്ന് പത്തനംതിട്ടയിലെ UDF സ്ഥാനാർത്ഥി CV ശാന്തകുമാറാണ് പൊട്ടിക്കരഞ്ഞുകൊണ്ടുള്ള പ്രതികരണം നടത്തിയത്. അദ്ദേഹത്തിനെതിരെ ഒരു വ്യാജ നോട്ടീസ് ഇന്നലെ ഇറങ്ങിയെന്നുള്ളതാണ് UDF ക്യാമ്പ് പറയുന്നത്. നോട്ടീസ് വിതരണത്തിൽ പോലീസ് 2 CPI പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്തിരുന്നു. പക്ഷേ LDFന്റെ സ്റ്റേഷൻ ഉപരോധത്തെ തുടർന്ന് അവരെ പോലീസ് വിട്ടയച്ചു. നോട്ടീസ് ഇറക്കിയതിൽ പക്ഷേ പങ്കില്ല എന്നാണ് CPI ജില്ലാ സെക്രട്ടറി ചിറ്റയം ഗോപകുമാർ പറഞ്ഞത്. എന്തായാലും തെരഞ്ഞെടുപ്പിന്റെ അവസാന ദിവസം ഈ പറയുന്ന വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള വ്യാജ നോട്ടീസ് ഇറക്കുകയാണ് LDF എന്നാണ് ശാന്തകുമാറിന്റെയും UDFന്റെയും ആരോപണം. അതിൽ RD ഓഫീസ് ഉപരോധത്തിന് ശേഷമുള്ള പ്രതികരണമാണ്. ആ പ്രതികരണത്തിൽ വൈകാരികമായി പൊട്ടിക്കരയുകയായിരുന്നു അടൂരിലെ UDF സ്ഥാനാർത്ഥി ശാന്തകുമാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.